വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം, അതിൻ്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 23-ൻ്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്തു ഭവിക്കും? യഹൂദിയയിലെ ഗവർണറായിരുന്ന പീലാത്തോസും ഗലീലയിലെ ഗവർണറായിരുന്ന ഹെരോദാവും രണ്ടുപേരും യേശുവിനെ വിസ്തരിച്ചു. രണ്ടുപേരും അവനിൽ മരണകരമായ ഒരു കുറ്റവും കണ്ടില്ല. എങ്കിലും പുരുഷാരത്തിൻ്റെ ആവശ്യം മാനിച്ച് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. താൻ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് പീലാത്തോസിൻ്റെ തന്നെ ഇഷ്ടത്തിന് വിരോധമായിട്ടായിരുന്നു. യേശു നിഷ്കളങ്കനാണെന്നും മരണകരമായതൊന്നും ചെയ്തിട്ടില്ലെന്നും തനിക്കറിയാമായിരുന്നെങ്കിലും പുരുഷാരത്തിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ, യഹൂദ നേതൃത്വത്തിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ, പീലാത്തോസിൻ്റെ ജോലിയും കസേരയും സംരക്ഷിക്കുവാൻ പീലാത്തോസ് യഹൂദന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. അവരുടെ ഇഷ്ടപ്രകാരം അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ ക്രൂശിക്കുവാൻ വിധിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ അടിപ്പിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം താൻ ശരീരത്തിൽ വളരെയധികം മുറിവുകളേറ്റ് കുറേ രക്തം നഷ്ടപ്പെട്ട് ക്ഷീണിതനായിരിക്കുന്നു. തലേദിവസം രാത്രിയിലാണ് യേശുവിനെ അവർ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം യേശു ഉറങ്ങിയിട്ടില്ല. രാവിലെ ഏതാണ്ട് 9 മണിക്കാണ് അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന ക്ഷീണം, ഒന്നിലധികം പ്രാവശ്യം പടയാളികൾ അവനെ അടിച്ചു, അതിൻ്റെ ശാരീരികമായ ക്ഷീണം, ശരീരത്തിൽ നിന്നും രക്തം പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആളെ ക്രൂശ് ചുമപ്പിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പോകണം. അത് അവർ തുടങ്ങി. തന്നെ ക്രൂശിക്കുവാനുള്ള കുരിശ് എടുത്ത് യേശുവിൻ്റെ തോളിൽ വെച്ചു. എന്നാൽ പൊടുന്നനെ പട്ടാളക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. യേശു ഈ ക്രൂശും ചുമന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഗൊൽഗൊഥ മല വരെ എത്തുകയില്ല. അവൻ തളർന്നു വീഴും. വേറെ ആരെങ്കിലും ഈ ക്രൂശ് എടുത്താലേ ക്രൂശീകരണം നടക്കൂ, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഇയാൾ മരിക്കും. അവർ ക്രൂശ് ചുമക്കുവാനായി ആളെ അന്വേഷിച്ചു. പടയാളികൾ ഒരിക്കലും ക്രൂശ് ചുമക്കില്ല. കാരണം അത് ഏറ്റവും അപമാനകരവും നികൃഷ്ടവുമായ കാര്യമാണ്. റോമൻ യൂണിഫോം ഇട്ട ഒരാൾ ക്രൂശ് ചുമക്കുക, അത് ചിന്തിക്കാനേ വയ്യ. പിന്നെ അവർക്ക് ചെയ്യാവുന്ന കാര്യം വേറെ ആരെയെങ്കിലും ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിക്കാം എന്നതാണ്. എന്നാൽ അവിടെ കൂടിയിരുന്ന പുരുഷാരം യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി വന്ന വാദികളാണ്. അവരാരും ക്രൂശ് ചുമക്കുവാൻ തയ്യാറാവുകയില്ല. അവരോട് ക്രൂശ് ചുമക്കാൻ പറയുന്നത് ശരിയുമല്ല, പടയാളികൾ ചിന്തിച്ചു. ഇവർ യെരൂശലേമിൽ നിന്നും ഗോൽഗൊഥ മലയിലേക്ക് പോവുകയാണ്. ആ യാത്രയിൽ അവർക്കെതിരെ ഒരാൾ വരുന്നു. ആ ആളാണ് ശീമോൻ. കുറേനക്കാരനായ ശീമോൻ എന്നാണ് നാം അയാളെക്കുറിച്ച് വായിക്കുന്നത്. അയാൾ യഹൂദ്യനല്ല, യെരൂശലേം നിവാസിയല്ല. അയാൾ വയലിൽ നിന്ന് വരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ അദ്ദേഹം പണിക്കാരനായിരുന്നു. മറ്റു ചിലർ കരുതുന്നത് അയാൾ യെരൂശലേമിലേക്ക്
യാഗം കഴിക്കുവാൻ, പെസഹ ആഘോഷിക്കുവാൻ പോവുകയായിരുന്നു എന്നാണ്. ഏതായാലും പടയാളികൾ ശിമോനെ പിടികൂടി ബലമായി അവൻ്റെ തോളിൽ ക്രൂശ് വെച്ചു കൊടുത്തു. യേശുവിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് നടക്കുവാൻ ഈ പരദേശി കുറേനക്കാരനായ ശിമോൻ തയ്യാറായി, അല്ലെങ്കിൽ അവന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. സുവിശേഷം എഴുതിയ ആളുകൾക്ക് ഈ ശിമോനെ പരിചയമുണ്ടായിരുന്നു. കാരണം അവർ എഴുതിയ സമയത്ത് ശിമോൻ്റെ മക്കളായ അലക്സാണ്ടറും റൂഫോസും അവർ ക്രിസ്തീയ സഭയിലെ പ്രധാനികളായിരുന്നു. അവരെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ ശിമോൻ്റെ മക്കൾ പ്രസിദ്ധരായി തീർന്നു. മാത്രമല്ല, ശിമോൻ്റെ ഭാര്യയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, എനിക്കും അമ്മയായവൾ. പൗലോസിനു ശുശ്രൂഷ ചെയ്ത ആളായിരുന്നു ഈ ശിമോൻ്റെ ഭാര്യ. ഒരുപക്ഷെ ശിമോൻ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെയാണ് അന്ന് ആ കുരിശ് ചുമന്നത്. എന്നാൽ പിന്നീട് അതിൻ്റെ പേരിലാണ് ശിമോൻ അറിയപ്പെടുന്നത്, യേശുവിൻ്റെ കുരിശ് ചുമക്കുവാനിടയായ ശിമോൻ. അവൻ്റെ മക്കൾ വലിയ ആത്മീക അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് അനേക മാതാപിതാക്കളുടെ ഒരു വലിയ കൺസേൺ, ഒരു വലിയ വിചാരം, അവരുടെ മക്കൾ ദൈവഭക്തിയുള്ളവരായിരിക്കുമോ, അവർ ദൈവ വഴിയിൽ നടക്കുമോ, ഈ ഭയമുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ ഭയമില്ല. ചില ആളുകൾക്ക് മക്കൾ ജീവിതത്തിൽ വിജയിക്കുമോ, പണമുണ്ടാക്കുമോ, സമ്പന്നരാകുമോ, ഇത് മാത്രമേ അവർക്ക് വിചാരമുള്ളൂ. എന്നാൽ ചിലർ അങ്ങനെയല്ല. മക്കളുടെ ആത്മീക നന്മയിൽ അവർക്ക് വിചാരമുണ്ട്. അവരതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യും. എന്നാൽ ഇവിടെ ശിമോൻ ചെയ്തത്, കർത്താവിൻ്റെ ക്രൂശ് ചുമന്നു. ആ അപമാനം സഹിക്കുവാൻ അയാൾ തയ്യാറായി. പലരും അദ്ദേഹത്തെ കളിയാക്കി കാണും. എങ്കിലും ശിമോൻ അത് ചെയ്തു. ദൈവം അവന് പ്രതിഫലം കൊടുത്തത് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടാണ്. അതുമാത്രമല്ല, പെസഹ കഴിക്കുവാൻ വേണ്ടിയാണ് ശിമോൻ യെരുശലേമിലേക്ക് പോയത് എങ്കിൽ അവൻ വാസ്തവത്തിലുള്ള പെസഹ കുഞ്ഞാടിനെയാണ് കണ്ടത്. ആ പെസഹ കുഞ്ഞാടിൻ്റെ കുരിശാണ് അവൻ ചുമന്നത്. ഇങ്ങനെ യേശുവിനെ ഗോൽഗോഥ മലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ നടന്നു എന്നും നാം വായിക്കുന്നു. പലരും കരുതുന്നത് പോലെ യേശുവിൻ്റെ ക്രൂശ് മരണം രഹസ്യത്തിൽ നടന്ന ഒരു കാര്യമല്ല. ചില ആളുകൾ യേശു ക്രൂശിൽ മരിച്ചില്ല, ക്രൂശിൽ നിന്നും അവനെ രക്ഷിച്ചു, അവൻ രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും സാമാന്യ യുക്തിക്ക് ഒട്ടും നിരക്കാത്ത കാര്യമാണ്. കാരണം തന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോഴും ക്രൂശീകരണ സമയത്തും ഒരു വലിയ പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അതൊരു പെരുവഴിയുടെ തലയ്ക്കലായിരുന്നു. അതുകൊണ്ട് ആ വഴി ആളുകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടന്ന ഒരു കാര്യം അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാൻ അക്കാലത്ത് ആർക്കും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് പത്രോസ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം യെരുശലേമിൽ തന്നെ പ്രസംഗിച്ചപ്പോൾ ഒരുപക്ഷേ ഈ പുരുഷാരത്തിൽ ചിലരൊക്കെ അത് കേട്ട് കാണും. യേശു മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ തന്നെ അന്ന് ഈ പത്രോസിനെ ചോദ്യം ചെയ്യുമായിരുന്നു. ഞങ്ങൾക്കറിയാം ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല എന്ന് അവർ പറയുവാൻ തയ്യാറായനെ. ഏതായാലും അത് സംഭവിച്ചില്ല. അതിൻ്റെ കാരണം യേശുവിൻ്റെ ക്രൂശീകരണം ഒരു പരസ്യമായ സംഗതിയായിരുന്നു. ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 26-ാം അധ്യായത്തിൽ പൗലോസ് അഗ്രിപ്പ എന്ന രാജാവിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ താൻ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിൻ്റെ ഒരു കോണിൽ സംഭവിച്ചതല്ല, രാജാവായ അഗ്രിപ്പാവിനും ഇതൊക്കെ അറിവുള്ളതാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മരണം അതൊരിക്കലും രഹസ്യത്തിലോ ഒരു കോണിൽ നടന്ന കാര്യമല്ല. തൻ്റെ മരണം പുരുഷാരം തന്നെ കണ്ടതാണ്. ഈ പുരുഷാരം ആണ് യേശുവിൻ്റെ രക്തത്തിന് വേണ്ടി നിലവിളിച്ചത്. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക നിലവിളിച്ചത് അവരാണ്.
വിധി പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ മരിക്കുവാൻ പോവുകയാണ്. ഇനി പുരുഷാരത്തിൻ്റെ പ്രതികരണത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല, ഒന്നും മാറ്റാൻ പോകുന്നില്ല. ആ പുരുഷാരം യേശുവിന് സംഭവിക്കുന്നത് എന്താണ് എന്ന് കാണുവാൻ വേണ്ടിയായിരിക്കാം അവൻ്റെ പുറകെ ആ ഗൊൽഗൊഥ മലയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ചില സ്ത്രീകൾ യേശുവിൻ്റെ പിന്നാലെ ചെന്ന് അവർ അവനെക്കുറിച്ച് വിലപിക്കുകയാണ്. യേശുവിനെക്കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ, ഇതിനെക്കുറിച്ച് നമുക്ക് പല നിലയിൽ ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒരാൾ മരിച്ചാൽ കരയുന്ന സ്ത്രീകളുണ്ട്. പ്രൊഫഷണൽ മോണേഴ്സ് എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങി കരയുന്നവരുണ്ട്. ഇവിടെ ആൾ മരിച്ചിട്ടില്ല, എന്നാൽ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ആൾക്ക് വരുന്ന ദുരന്തത്തെ ഓർത്ത് കരയുന്ന ആളുകൾ. പക്ഷേ ക്രൂശിച്ച് കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി കരയാൻ ആരെങ്കിലും പൈസ കൊടുത്ത ആളെ വരുത്തുമോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ സ്ത്രീകൾ കരഞ്ഞത്? ഒരുപക്ഷേ ഈ സ്ത്രീകൾ യേശുവിനെ ക്രൂശിച്ചതിൽ സന്തോഷിക്കുന്നവർ ആയിരുന്നില്ല. അന്ന് ക്രൂശിൽ തറച്ച് കൊല്ലപ്പെടേണ്ടത് ബറബാസ് എന്ന കൊടും കുറ്റവാളിയായിരുന്നു. അവനെയാണ് ക്രൂശിച്ച് കൊല്ലുന്നതെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ അമ്മയോ അവൻ്റെ സഹോദരിയോ അവൻ്റെ ഭാര്യയോ അവന് വേണ്ടി കരഞ്ഞേനെ. എന്നാൽ നന്മ മാത്രം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 3.5 വർഷക്കാലം യെരുശലേമിലും യഹൂദിയയിലും ഗലീലയിലും ഒക്കെ സഞ്ചരിച്ച യേശുവിനെ ക്രൂശീകരിക്കുന്ന സമയത്ത് സ്ത്രീകൾ കരഞ്ഞു. യെരുശലേമിലുള്ള സ്ത്രീകളാണ് കരഞ്ഞത് എന്ന് നാം വായിക്കുന്നു. യെരുശലേം പുത്രിമാരെ എന്നാണല്ലോ യേശു ആ സ്ത്രീകളെ വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ദുരന്തം അതോർത്താണ് കരയുന്നത്. മാത്രമല്ല, താൻ വളരെയധികം മുറിവേറ്റു. തന്നെ കണ്ടാൽ ആർക്കും സഹതാപം തോന്നുന്ന നിലയിലുള്ള ഒരവസ്ഥയാണ്. ശരീരം മുഴുവൻ മുറിവേറ്റ് രക്തം വാർന്നൊലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇനി അവനെ വെറുതെ വിടുകയില്ല, അവനെ ക്രൂശിച്ച് കൊല്ലാൻ പോവുകയാണ്. ഈ ദുഃഖം മനസ്സിലുണ്ടായതുകൊണ്ടായിരിക്കാം ആ സ്ത്രീകൾ കരഞ്ഞത്, വിലപിച്ചത്. എന്നാൽ കർത്താവ് ആ സ്ത്രീകളോട് തിരിഞ്ഞ് നിന്ന് സംസാരിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ഈ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി. 28 വാക്യം. എന്നിട്ട് പറയുന്നു, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. എന്തുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞത്? യേശുവിൻ്റെ മരണം വലിയ കഷ്ടമായി പോയി എന്ന് കരുതുന്ന അനേക ആളുകൾ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഈ ആളുകൾ പെസഹ വ്യാഴാഴ്ച അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ അവരുടെ ഒരു പ്രധാന പരിപാടി യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും അവനു വേണ്ടി കരയുകയും ചെയ്യുകയാണ്. യേശു ദുഃഖം അനുഭവിച്ചതുപോലെ അവരും ദുഃഖം അനുഭവിക്കുകയാണ്. അവർ നല്ല ഭക്ഷണം കഴിക്കില്ല, നല്ല വസ്ത്രം ധരിക്കില്ല, ശോകമുഖമായ അന്തരീക്ഷമായിരിക്കും. അവർ ചിരിക്കില്ല, സന്തോഷമുള്ള ഒരു കാര്യവും ചെയ്യുകയില്ല. അവർ കരയുകയാണ്, വിലപിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നത്? യേശു ദുഃഖിച്ചു, യേശു മരിക്കുവാൻ പോകുന്നു, താൻ കഷ്ടം അനുഭവിക്കുന്നു, അത് വലിയ കഷ്ടമായിപ്പോയി. യേശുവിനോട് സഹതപിക്കുന്നവർ. എന്നാൽ യേശുവിനോട് സഹതപിക്കുന്നവരോടാണ് യേശു തിരിഞ്ഞു നോക്കി പറഞ്ഞത്, എന്നെ ചൊല്ലി കരയണ്ട. ഞാൻ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്ന ഈ കഷ്ടപ്പാട്, ഈ മരണം, ഇതേ ചൊല്ലി നിങ്ങൾ കരയണ്ട. ഇതിലും വലിയൊരു അപകടമുണ്ട്, അതേ ഓർത്തു വേണം നിങ്ങൾ കരയാൻ. യേശുവിൻ്റെ മരണം അത് യേശുവിൻ്റെ ശാരീരികമായ കഷ്ടപ്പാടുകൾ മാത്രമാണ് എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത്. താൻ ശാരീരികമായി വളരെയധികം വ്യഥ സഹിച്ചു, സംശയമില്ല. പക്ഷേ അതിലും വലിയതെന്തോ അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. യേശു ദൈവത്തിൻ്റെ പ്രിയപുത്രനായിരുന്നു. യേശുവിൻ്റെ ജീവിതകാലത്ത് സ്വർഗത്തിൽ നിന്നും നാം ആ ശബ്ദം പല പ്രാവശ്യം കേട്ടതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ദൈവം നേരിട്ട് യേശുവിനെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്.
ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച യേശു. മാത്രമല്ല യേശു തന്നെ പറഞ്ഞു, പിതാവ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു, പിതാവ് പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുന്നു എന്ന് വച്ചാൽ തൻ്റെ പിതാവുമായി എപ്പോഴും സംസർഗത്തിലും കൂട്ടായ്മയിലുമായിരുന്നു യേശുവിൻ്റെ ജീവിതം. എന്നാൽ തൻ്റെ മരണസമയത്ത് ആ ബന്ധമറ്റു എന്ന് വച്ചാൽ ദൈവം യേശുവിനെ തൻ്റെ പ്രിയ മകനായിട്ടല്ല കണ്ടത്, മറിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപമായിട്ടാണ് കണ്ടത്. ദൈവത്തിന് ഒരു കാരണവശാലും പാപത്തെ വെച്ചു പൊറുപ്പിക്കാൻ സാധിക്കില്ല. കാരണം ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവം പാപത്തെ എങ്ങനെ കാണുന്നോ അതുപോലെയാണ് യേശുവിനെ ആ സമയത്ത് കണ്ടത്. അതുകൊണ്ടാണ് ക്രൂശിൽ വെച്ച് യേശു നിലവിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എനിക്ക് ഈ മുറിവുകളും വേദനയും എന്തിന് എന്നല്ല യേശു കരഞ്ഞത്, മറിച്ച് എന്നെ കൈവിട്ടതെന്ത് എന്ന് വെച്ചാൽ പിതാവുമായിട്ടുള്ള ആ ആത്മീക ബന്ധം അത് ഇല്ലാതെയായി. അതാണ് തൻ്റെ ശാരീരിക വേദനയേക്കാൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. യേശു ആ കഷ്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്തുകൊണ്ടാണ് താൻ അത് സഹിക്കുന്നത് നമുക്കറിയാം. ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ യേശുവിൻ്റെ മേൽ ചുമത്തിയപ്പോൾ യേശുവിനെ ദൈവം പാപമായിട്ടാണ് കണ്ടത്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കോപം യേശുവിൻ്റെ മേൽ ദൈവം ചൊരിയുകയായിരുന്നു. ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇതാണ് കാൽവറിയിലെ ക്രൂശിൽ നടക്കുന്നത്. എന്നാൽ പലരും അത് കാണുന്നില്ല. ദൈവം മനുഷ്യരുടെ പാപക്ഷമയ്ക്കു വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് യേശുവിൻ്റെ മരണം എന്ന സത്യം പലരും കാണുന്നില്ല. അവർ പറയുന്നു, അയ്യോ പാവം യേശു കഷ്ടപ്പെട്ടു, യേശു മുറിവേറ്റു, യേശുവിന് ശാരീരികമായ വേദനകളുണ്ടായി. ഇതൊക്കെ ശരിയാണെങ്കിലും യേശു അവരോട് പറയുന്നത്, നിങ്ങൾ ഇതിനെ ചൊല്ലി അല്ല കരയേണ്ടത്. പിന്നെ എന്തിനെ ചൊല്ലിയാണ് നിങ്ങൾ കരയേണ്ടത്? യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യെരുശലേമിനെ നോക്കി കരഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 19-ാം അധ്യായത്തിൽ നാം ആ കാര്യം വായിക്കുന്നു. അതിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ലൂക്കോസ് 19:41 മുതൽ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്ത് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. യേശു പറയുന്നു, യെരുശലേം പട്ടണം അവരുടെ സന്ദർശനകാലം അറിഞ്ഞില്ല എന്ന് വെച്ചാൽ ദൈവം അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. അതവർ കണ്ടില്ല, അഥവാ കണ്ടെങ്കിലും അത് കാണാത്തതുപോലെ നടിച്ചു. അപ്പോൾ യേശു യെരുശലേമിനെ നോക്കി കരയുകയാണ്. ഇവിടെ യേശു യെരുശലേം പുത്രിമാരോടും അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്നെ ചൊല്ലിയല്ല കരേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾ കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിയാണ്. കാരണം എന്താണ്? നിങ്ങൾക്കൊരു സന്ദർശനകാലം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ പാഴാക്കി കളഞ്ഞു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതിയെ നിങ്ങൾ തുച്ഛീകരിച്ചു. അത് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദൈവകോപത്തെ ഓർത്ത് കരയുക, അല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ഇതിൽ നിന്നും കർത്താവ് നമ്മോട് പറയുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ ഈ സ്ത്രീകളോട് പറയുന്ന മറ്റൊരു കാര്യം, ദൈവം പാപത്തെ ന്യായം വിധിക്കും എന്ന് തന്നെയാണ്. പലരും കരുതുന്നത് ദൈവം സ്നേഹവാനാണ്, ക്ഷമിക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും ദൈവം നീതിമാനാണെന്നും പാപത്തെ ശിക്ഷിക്കുന്നവനാണെന്നും എന്ന കാര്യം മറക്കരുത്. യേശു കർത്താവ് അതാണ് ഈ സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും കരയണം. കാരണം
ദൈവത്തിൻ്റെ കോപം എന്നുള്ളത് വാസ്തവമാണ്. അത് ഈ പട്ടണത്തിൻ്റെ മേൽ വരും. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന രക്ഷാപദ്ധതിയെ നിങ്ങൾ തുച്ഛീകരിച്ചു. അതുകൊണ്ട് എനിക്ക് വേണ്ടി കരയണ്ട. കാരണം എൻ്റെ മരണം അത് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ്. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ അത് തിരസ്കരിച്ചാൽ, നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, നിങ്ങളതിനെ തുച്ഛീകരിച്ചാൽ കരയേണ്ടി വരും. യേശു 30-ാം വാക്യത്തിൽ അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. മലകൾ ഞങ്ങളുടെ മേൽ വീഴുവിൻ, കുന്നുകൾ ഞങ്ങളെ മൂടുവിൻ, ഇതൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആളുകൾ മരിക്കും അല്ലേ? അപ്പോൾ മരണത്തിലും ഭയങ്കരമായ എന്തോ ഒന്നിനെ ആണ് യേശു അവിടെ സൂചിപ്പിക്കുന്നത്. മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, അതോടെ എല്ലാം തീരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരവസരം വരും എന്നാണ് 30-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ മരണത്തിലും വലുതെന്തോ വരാൻ പോകുന്നു. അതേ സുഹൃത്തേ, യേശുവിൻ്റെ പാപപരിഹാര ബലിമരണം അതിൽ വിശ്വസിക്കാത്തവർക്ക് മരണത്തിലും ഭയാനകമായതെന്തോ വരാൻ പോകുന്നു. നിത്യമരണം, ദൈവത്തിൽ നിന്ന് എന്നേക്കുമായുള്ള വേർപാട്, അതാണ് അവർക്കുണ്ടാകുവാൻ പോകുന്നത്. നരകത്തെക്കുറിച്ച് നാം വായിക്കുന്നത് അവിടുത്തെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. അവിടെ ആളുകൾ നിത്യം ജീവിക്കുകയാണ്, മരിക്കുകയല്ല. യേശു താൻ കഷ്ടമനുഭവിച്ച് മരിക്കുന്ന സമയത്ത് അത് കണ്ട സ്ത്രീകൾ യേശുവിൻ്റെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഇതൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ചു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെപ്പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തുനിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? യേശുവിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടവർ അയ്യോ കഷ്ടം, അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നാണ് പറഞ്ഞത്. എന്നാൽ അന്ന് ആ സംഭവിച്ചതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ഇത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതെ അയ്യോ പാവം യേശു കഷ്ടപ്പെടുന്നു, അവൻ്റെ മരണം, അവൻ്റെ കഷ്ടപ്പാടുകൾ, അതിനോട് സഹതാപം കാണിക്കുകയാണ് ഇന്ന് പലരും ചെയ്യുന്നത്. പക്ഷേ വാസ്തവത്തിൽ ചെയ്യേണ്ടത് അവൻ്റെ കഷ്ടപ്പാടുകളോട് സഹതാപം കാണിക്കുകയല്ല, മറിച്ച് അവൻ്റെ കർത്തൃത്വം നമ്മുടെ ജീവിതങ്ങളിൽ അംഗീകരിക്കുകയാണ് വേണ്ടത്. യേശു മരിക്കുവാൻ പോവുകയാണ്. ഈ മരണസമയത്തും താൻ തിരിഞ്ഞ ആ സ്ത്രീകളോട് അവർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞു. എൻ്റെ കഷ്ടപ്പാടിനെ ഓർത്തല്ല നിങ്ങൾ കരയേണ്ടത്, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞിരുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ടിരുന്നുവെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാപദ്ധതിയായ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിൽ അതെത്രയോ നന്നായിരുന്നു. അതിനു പകരം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുകയും വാടിയ മുഖം കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യേശു ഈ പറഞ്ഞത് യെരൂശലേം പുത്രിമാരോടാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ആ പട്ടണത്തിനുണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, മക്കളില്ലാത്ത അമ്മമാർ അവർ സന്തോഷിക്കും,
കാരണം അവർക്കും അവരുടെ മക്കൾക്കും വരാൻ പോകുന്ന ദുരന്തം അതെത്രയോ കഷ്ടമാണ്. യഹൂദന്മാർക്ക് ഉണ്ടായ യുദ്ധങ്ങളും അവർക്കുണ്ടായ പരാജയങ്ങളും ആ സമയത്ത് അവർ വളരെയധികം ക്രൂരതയും കഷ്ടതയും ഏൽക്കേണ്ടി വന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ സന്ദർശനകാലം നിങ്ങൾ വൃഥാവായി കളഞ്ഞു. നിങ്ങൾക്ക് വരാൻ പോകുന്ന കഷ്ടത്തെ ഓർത്ത് കരയുക. AD 70 1940 സംഭവിച്ച അതിഭയങ്കരമായ പീഡനം യഹൂദന്മാർക്കുണ്ടായതാണ്. എന്നാൽ ഇനിയും വരാൻ പോകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കുന്നുകളെ മലകളെ ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് പറയുന്ന അതുപോലെയുള്ള കഷ്ടം അവർക്കുണ്ടാകും. പിന്നെ യേശു പറഞ്ഞു, പച്ചമരത്തോടിങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനെന്ത് സംഭവിക്കും? പച്ചമരം എന്ന് വെച്ചാൽ ജീവനുള്ളത്, ഫലം നൽകുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഈ ഭൂമിയിൽ വന്നു ഫലമുള്ളവനായി ജീവിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ചെയ്ത് ജീവിച്ചു. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് അവർ ഫലമുള്ളവരായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ അവർ ഫലമില്ലാത്തവരായി തീർന്നു. യേശു ഫലമുള്ള വൃക്ഷമായിരുന്നു, പച്ചവൃക്ഷമായിരുന്നു. എന്നാൽ യേശുവിനോട് ആ റോമൻ പടയാളികൾ ചെയ്തത് എത്ര ഭയങ്കരമായിരുന്നു. യേശു പറയുന്നു, എന്നോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഫലമില്ലാത്ത ഇസ്രായേലിനോട് ഈ റോമൻ പടയാളികൾ ചെയ്യാൻ പോകുന്ന ക്രൂരത അതെത്ര ഭയങ്കരമായിരിക്കും. അത് യേശു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിൻ്റെ സ്ഥിതി എന്ത്? പ്രിയ സുഹൃത്തേ, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ യേശുവിന് നന്ദി പറയുകയും താൻ ഈ കഷ്ടം അനുഭവിച്ചത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുകയാണ്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മുഖം വാടി കരഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരോട് യേശു പറയുന്നു, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുക, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടുക. ഞങ്ങളുടെ നമ്പർ 072209191. നമ്പർ ഒരിക്കൽ കൂടി 0722047299191. ഞങ്ങളുടെ വിലാസം വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25.